രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങളെ അപ്പാടെ തള്ളിക്കൊണ്ട് ആ ആരോപണങ്ങൾ ഉന്നയിച്ചവർക്കെതിരെ കടുത്ത വിമർശനവുമായി സോഷ്യൽ മീഡിയയിൽ ഇന്നൊരു പോസ്റ്റ് വന്നിട്ടുണ്ട്. കടുത്ത രാഹുൽ ആരാധകർ ദിവസങ്ങളായി ഇങ്ങനെ പോസ്റ്റ് ചെയ്യുന്നുവെങ്കിലും ഇപ്പോൾ അഡ്വക്കേറ്റ് ദീപ ജോസഫ് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധമുണ്ടായിരുന്ന ആ പെൺകുട്ടിയെക്കുറിച്ച് കുറച്ച് പുതിയ കാര്യങ്ങളാണ്. രാഹുലിനെതിരെ പറയുന്ന എല്ലാവരെയും രൂക്ഷമായി വിമർശിക്കുന്ന പോസ്റ്റിൽ എതിർ കമന്റുകൾ ഇടുന്നവരെയും ആട്ടി ഓടിക്കുകയാണ്. ഇനിയും നല്ലവനായ മാന്യനായ രാഹുലിനെതിരെ കള്ളക്കഥകൾ പ്രചരിപ്പിച്ചാൽ എല്ലാ സത്യവും പുറത്തുവിടുമെന്നും പരാതിക്കാരുടെ എല്ലാ കാര്യവും തനിക്കറിയാമെന്നും തെളിവുകൾ എല്ലാം തന്റെ പക്കലുണ്ടെന്നും ദീപ ആ കുറിപ്പിൽ പറയുന്നു. നീണ്ടൊരു പോസ്റ്റ് ആയതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ മാത്രം നോക്കാം. ഇനി ഒരു വ്യാജ ഗർഭം, സ്നേഹം, വിവാഹം കഥകളുമായി ഒരുത്തിയും വരരുത്. നിന്റെയൊക്കെ ചീഞ്ഞളിഞ്ഞ ജീവിതം കാരണം യഥാർത്ഥ ഇരയ്ക്ക് നീതി കിട്ടാതെ പോകുന്നു. അതായത് രാഹുൽ ആണ് ഇവിടെ ഇരയാകുന്നത് എന്നാണ് ദീപ പറയുന്നത്. ഞാൻ ദീപ ജോസഫ് ഡൽഹിയിൽ നിന്നും കുറിക്കുന്നു. സുപ്രീം കോടതിയിൽ മാത്രമല്ല കേരളത്തിലും പ്രാക്ടീസ് ചെയ്യാറുണ്ട്. നിയമം മാത്രമല്ല ജാമ്യയിൽ നിന്നും പൊളിറ്റിക്കൽ സയൻസിൽ പോസ്റ്റ് ഗ്രാജുവേഷനും അതിൽ തന്നെ ഗവേഷണവും കഴിഞ്ഞ് അവാർഡ് പ്രതീക്ഷിക്കുന്നു എന്നും ദീപ ജോസഫ് പറയുന്നു. പിന്നീട് അവർ പറയുന്നത് ഞാൻ മാത്രമേ കണ്ടുള്ളൂ എന്ന് പറഞ്ഞ മാധ്യമ പ്രവർത്തകയെക്കുറിച്ചാണ്. തന്റെ ഫേസ്ബുക്കിലും വാർത്തകളിലും റേറ്റിംഗ് കൂട്ടാൻ മാത്രമാണ് ആ മാധ്യമ പ്രവർത്തകർ ശ്രമിക്കുന്നത് എന്നാണ് ദീപ പറയുന്നത്. സഹോദരി, ആരെയാണ് നിങ്ങൾ ഇര എന്ന് പറയുന്നത്? ഇര എന്നാൽ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? സത്യത്തിൽ ഇര എന്നാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഒരു യഥാർത്ഥ ഇരയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നും ദീപ ആ പോസ്റ്റിലൂടെ ചോദിക്കുന്നുണ്ട്. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു ഉപദേശവും നൽകുന്നു. രാഹുൽ, നിന്റെ ജീവിതം ഒരു നേതാവിന് യോജിച്ചതായിരുന്നില്ല. ചെറുപ്പക്കാരുടെ ചില്ലറ അസ്കിതകൾ നിന്നെ ബാധിച്ചിരുന്നു എന്നതിന്റെ തെളിവാണ് ഇക്കഴിഞ്ഞ നാളിൽ നീ അനുഭവിച്ചത്. ജീവിതത്തെ തിരുത്തുക, ഒരു നല്ല നേതാവാകുക. അഴകുള്ള ചക്കയിൽ ചുള ഉണ്ടാവില്ലെന്ന് ഏറ്റവും നന്നായി അറിഞ്ഞത് നീയാവും രാഹുൽ. എൻ്റെ ഒരു കുഞ്ഞു സഹോദരനാവാനുള്ള പ്രായമേ നിനക്കുള്ളൂ. അതുകൊണ്ട് ഒരു ഉപദേശമായിട്ട് കരുതിയാൽ മതി. ഇനിയും മീഡിയ രാഹുലിനെ പ്രതിക്കൂട്ടിൽ നിർത്തിയാൽ ഇര എന്ന് വിശേഷിപ്പിക്കുന്നവരുടെ മുഴുവൻ ചരിത്രവും എനിക്ക് ലോകത്തോട് പറയേണ്ടി വരുമെന്നും ദീപ പറയുന്നുണ്ട്. സത്യത്തിൽ അവൾക്ക് പരാതിയില്ല, ഉണ്ടാവില്ല. കാരണം അവൾ വിവാഹിതയാണ്. മാധ്യമപ്രവർത്തകയായി ഇന്നലെയും ഇന്നും നാളെയും ജോലി ചെയ്യും എന്നും ദീപ ജോസഫ് പറയുന്നു. അവൾ 1 വർഷത്തിലേറെയായി വിവാഹിതയാണ്. സത്യത്തിൽ ഇര അവളെ കെട്ടിയ ആ പാവം ചെക്കനാണ്. ഒന്നുമില്ലാത്ത ബ്രോക്കൺ ഫാമിലിയിൽ നിന്നും ലക്ഷങ്ങൾ മുടക്കി കല്യാണം കഴിച്ച് ചതിക്കപ്പെട്ട ആ പാവം പയ്യനാണ് യഥാർത്ഥ ഇര. ഫോട്ടോ സഹിതം തെളിവുകളുണ്ട്. കൂടാതെ ഇവൾ മാർക്സിസ്റ്റ് പാർട്ടിയുമായി യാതൊരു ബന്ധവും ഇല്ലെന്ന് മാത്രമല്ല ചാനൽ സ്വന്തമായുള്ള പാർട്ടിയുടെ സ്വന്തം മകളാണ് എന്നും കൂടെ പറയുന്നുണ്ട്. അമ്പലം വിഴുങ്ങിയ കഥകൾ മൂടിവെക്കാനും കേരളത്തിൽ നടക്കുന്ന അഴിമതി മൂടിവെക്കാനുമാണ് CPM ഇതൊക്കെ ഏറ്റുപിടിക്കുന്നത് എന്നാണ് അഡ്വക്കേറ്റ് ദീപ പറയുന്നത്. പിന്നീട് ഇവർ എന്തൊക്കെയോ പറയുന്നുണ്ട്. രാഹുൽ കഴിവുള്ളവനാണ്. ഇന്നലെ മുളച്ച തകര പോലും സീൽക്കാരമിടുന്നു. ഇവൾക്കൊക്കെ നാണമില്ലേ? ഇവളും ഭർത്താവും ഉണ്ടായിട്ടും പലരുടെ ഒപ്പം അന്തിയുറങ്ങുന്ന പിൽസ് ഫാക്ടറി ഉടമകൾ ആണോ എന്ന് സംശയം തോന്നുന്നു. പെണ്ണിന്റെ മാന്യത അവളുടെ പെരുമാറ്റവും സ്വഭാവവുമാണ്. ഇത്രയും മോശക്കാരനായി ചിത്രീകരിക്കുമ്പോഴും രാഹുൽ ഒന്നും മറുത്തു പറഞ്ഞില്ല, അവളെ അപമാനിച്ചില്ല. ഒരു നല്ല പുരുഷന്റെ ലക്ഷണമാണത്. MLA ആകും മുന്നേ ഉണ്ടായിരുന്ന ഒരു ബന്ധം, അതിനിടയിൽ അവൾ വിവാഹിതയും. പിന്നെ അവളെ നാണം കെടുത്തേണ്ട എന്ന ഒറ്റ കാരണത്താൽ മൗനം ഭരിച്ചു. നന്നായി രാഹുൽ, ഇങ്ങനെയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. ഇര അല്ല, മഹാ ഫ്രോഡാണിവൾ. എടീ കൊച്ചെ, നീ ധൈര്യമായി കേസ് കൊടുക്കൂ. അതല്ലേ നിന്റെ കള്ളക്കളികൾ ഞാനായി പരസ്യപ്പെടുത്തണം എന്നാണ് നീ ആഗ്രഹിക്കുന്നതെങ്കിൽ ഞാൻ ഒരുക്കമാണ്. ഇന്ന് തന്നെ നിന്റെ കൂടെ ജോലി ചെയ്യുന്ന അവളോടും നിനക്കായി പണി ചെയ്യുന്ന PROമാരോടും ഇവിടെ വെച്ച് ഈ പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്യാൻ പറയണം. അല്ലാത്ത പക്ഷം എന്നെപ്പോലെയുള്ള ഒരുപാട് പേർ നിനക്കെതിരെ ചീറ്റിങ്ങിന് കേസ് ഫയൽ ചെയ്യും. കൈയും കാലും കണ്ണും കാണിച്ച് മയക്കിയവൻ MLA ആയപ്പോൾ അവനെ കൊടുക്കാൻ ഗർഭം. എന്നിട്ടും നീ 1 വർഷം മുമ്പ് വിവാഹിത ആയതുകൊണ്ട് രാഹുൽ നിനക്കെതിരെ ഒന്നും പറയാത്തത് അവൻ്റെ മാന്യത. അത് കഴിഞ്ഞ് ഇനി ആർക്കാടാ എൻ്റെ ഡിഗ്രിയുടെ ഉറവിടം അറിയേണ്ടതെന്നും കൂടെ ദീപ മാഡം ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഒടുവിൽ ഗർഭകഥ ഇവിടെ അവസാനിക്കുന്നു. രാഹുൽ തൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം സംശുദ്ധമായി നടത്തണം. കള്ളക്കഥകൾ മെനയുന്ന മീഡിയ അത് നിർത്തണം. ഗർഭിണി ഇനി പ്രസവിക്കില്ല. കാരണം രാഹുലിനെ നശിപ്പിക്കുക എന്നത് മാത്രമായിരുന്നു അവരുടെയും കൂട്ടാളികളുടെയും ലക്ഷ്യം. ഇനിയും തുറന്നാൽ ഞാൻ സർവ്വ ഫോട്ടോയും സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്യും. കഥകൾ പൊളിക്കും. ഈ കള്ള ഗർഭകഥ ഇവിടെ അവസാനിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പോസ്റ്റ് ദീപ ജോസഫ് അവസാനിപ്പിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ പച്ചവെള്ളം പോലും ചവച്ചു കുടിക്കുന്ന ഒരു മാന്യൻ ആണെന്ന് ഈ പോസ്റ്റ് കണ്ടതോടെ മനസ്സിലായി. CPMോ BJPയോ അല്ല രാഹുലിനെ കുടുക്കിയത്, കോൺഗ്രസുകാർ തന്നെയാണെന്ന് ഒരു അറിവും ഇതോടെ കിട്ടി. അതുകൊണ്ട് മഹാനായ ഉമ്മൻചാണ്ടി ഭരിച്ചിരുന്ന മുഖ്യമന്ത്രി കസേരയിലേക്ക് താമസിയാതെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ എത്തിക്കാൻ എല്ലാവരും മുന്നിട്ടിറങ്ങുക. ഓടി നടന്ന് പീഡിപ്പിച്ചാലും അത് രാഹുലിനെ പോലെയുള്ള സുന്ദരനായ നേതാവ് ചെയ്യുമ്പോൾ തെറ്റാകുന്നില്ല എന്ന പുതിയ തത്വത്തിൽ അടിയുറച്ച് വിശ്വസിക്കുക. എല്ലാവരും രാഹുൽ മാങ്കൂട്ടത്തിലിനെ ജയ് വിളിക്കുക.